എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും പ്രയോജനകരമായ ഒന്നാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ സദാനന്ദപുരത്ത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലാണ്. KVK സെൻറ്റേഴ്സ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാവും. നമുക്കിവിടെ കൊല്ലം ജില്ലയിൽ അതുള്ളത് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പല വീഡിയോയിൽ ഞാൻ പല വളങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്താ പറയുക, ജൈവപരമായ കൃഷി ചെയ്യാനുള്ള പല വളങ്ങളും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തൈകൾ, പച്ചക്കറി തൈകളായാലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൂടുതലും നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതിൽ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ പാതി വിലയ്ക്ക് നമുക്കിവിടെ കിട്ടും. തൈകളായാലും നല്ല ക്വാളിറ്റി തൈകൾ, പച്ചക്കറി തൈകളായാലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും എല്ലാം അതിൻ്റെ പാതി വില, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും പാതി വിലയ്ക്ക് നമുക്കിവിടുന്ന് ലഭിക്കും. അപ്പം ഞാൻ കൂടുതലായിട്ട് ഇത് കാണിച്ചു തരാം. വരി. ഇതാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ ഉള്ള നമ്മുടെ KVKയുടെ സെൻറ്റർ കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴേ കാണാം ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും അല്ലാതെ ചെടികളായാലും അതുപോലെ തൈകളായാലും എല്ലാം നിറച്ച് കായ്കളുമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ ടൂറൊക്കെ കൊണ്ടുപോകുമ്പോഴല്ലോ ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ്. നമുക്ക് ഇത് കൃഷി ചെയ്യാനും മുമ്പോട്ട് ഉള്ള ഒരു പ്രചോദനമാണ് കേട്ടോ. ഇവിടെ കാണുന്നതൊക്കെ മാവിലൊക്കെ ഉണ്ടോ നിറച്ച് മാങ്ങ കായ്ച്ച് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ ഇവിടുത്തെ മദർ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെയാണ് ഇവർ ബഡ് ഗ്രാഫ്റ്റിങ്ങിനും എല്ലാം എടുക്കുന്നത് ഇതിൽ നിന്നൊക്കെയാണ് കേട്ടോ. ഒട്ടുമിക്ക ഫ്രൂട്ട് പ്ലാന്റ്സും നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി തൈകളായാലും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം, എക്സോട്ടിക് പ്ലാന്റ്സിൻ്റെ എല്ലാ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എപ്പോൾ വന്നാലും എല്ലാ പച്ചക്കറി തൈകളും അതുപോലെ ഫലവൃക്ഷ തൈകളും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ വിളിച്ച് നോക്കിയിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇവിടുത്തെ പച്ചക്കറി തൈകളുടെ സെക്ഷനാണ് കേട്ടോ. എല്ലാം വിത്തിട്ട് മുളപ്പിച്ച തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വിത്തുകളായിട്ടും കിട്ടും, അല്ലാതെ തൈകളായിട്ടും കിട്ടും. നമ്മൾ ഇവിടുന്ന് തക്കാളി തൈയും മുളകിൻ്റെ തൈകളും എല്ലാം വാങ്ങാറുണ്ട്. വെറൈറ്റിയുള്ള മുരിങ്ങക്കൈ, ചീര വിത്ത് എല്ലാം ഉണ്ടാവും. വെണ്ട, തക്കാളി, മുരിങ്ങ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടെ എപ്പോൾ വന്നാലും നല്ല തിരക്കാണ്, നല്ല റഷുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് തൈകൾ കിട്ടാതൊന്നും ഇരിക്കത്തില്ല, എല്ലാം എപ്പോഴും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ തേനീച്ചയുടെ ബോക്സാണ് കേട്ടോ. ഒക്കെ ഇവിടെ കിട്ടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നേക്കാളൊക്കെ ഒത്തിരി വിലക്കുറവായിരിക്കും ഇവിടെ. നമ്മുടെ ഈ കേരള കാർഷിക സർവകലാശാലയിലെ പ്രോഡക്റ്റാണ് അയർ എന്ന് പറഞ്ഞ വളം കേട്ടോ. നമ്മുടെ വാഴയ്ക്കുള്ള ഏറ്റവും ബെസ്റ്റ് വളമാണ് അയർ. അതിവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോയ്ക്കകത്ത് ചെയ്യാനിരിക്കും. എന്തായാലും ഇപ്പം ഞാൻ അതുകൂടെ പറയുകയാണ്. ഒരു വാഴയ്ക്ക് നമുക്ക് ടോട്ടൽ ഒരു വാഴ ഫുള്ള് വലുതാവുന്നതിന് വരെ 200 ഗ്രാം അയറാണ് വേണ്ടത്. 100 ഗ്രാം ഫസ്റ്റ്, പിന്നെ 100 ഗ്രാം സെക്കൻഡ്, അങ്ങനെയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വളമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ വളത്തെപ്പറ്റി. അതിവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ KVK പ്രോഡക്റ്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ കർഷകരിൽ എന്താ പറയുക, അവരിൽ പരീക്ഷിച്ച് അത് സക്സസ് ആയതിനു ശേഷമാണ് അത് പുറത്തോട്ട് അടുത്ത കൂടുതൽ വിപണനത്തിന് വേണ്ടി അവർ ഇറക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സുകൾ. ഇതുണ്ട് സമ്പുഷ്ടീകരിച്ച ആട്ടിൻകാഷ്ടം കിലോ 40 രൂപയ്ക്ക് നമുക്കിവിടെ കിട്ടും. അതുപോലെ കൂണ്, യാതൊരു വിഷാംശവുമില്ലാതെ കൂണിൻ്റെ വിത്തുകൾ, അതുമാത്രമല്ല നമുക്കിത് സെയിലിനും ഇവിടെ കൊടുക്കാറുണ്ട്. കൂൺ വിത്ത് മാത്രമല്ല, അത് ഇവിടുന്ന് വിളവെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിവിടെ കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്ന സമ്പൂർണ്ണയുടെ പൗഡർ കിട്ടാറുണ്ട്, അയർ കിട്ടും. അതുപോലെ എന്താ പറയുന്നത്, വിവേറിയ നല്ല ഒന്നാന്തരം കിടങ്ങൾക്കുള്ള ഒരു പൗഡറാണ്. അതുപോലെ സ്യൂഡോമോണാസ്, ഇങ്ങനെയുള്ള മൾട്ടിമിക്സ് ആയിട്ട് പൗഡർ എല്ലാം നമുക്കിവിടെ KVKയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്കത് ഇഷ്ടാനുസരണം വാങ്ങിച്ചുകൊണ്ട് പോവാം. റേറ്റും വളരെയധികം കുറവുമായിരിക്കും. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമുക്കിവിടുന്ന് അവരത് ക്ലിയർ ചെയ്ത് തരും. എത്ര ആൾക്കാർ വേണമെങ്കിലും കൂടി ചെന്നാൽ മതി, നമുക്ക് എന്ത് കാര്യം അവിടെ പറഞ്ഞു തരും. അതുപോലെ എന്തിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ആവശ്യം, തേനീച്ച വളർത്തലായാലും കൃഷി, വാഴക്കൃഷി ആയാലും തെങ്ങിൻ കൃഷി, എന്തിൻ്റെ ആയാലും നമുക്ക് താല്പര്യമുണ്ടെന്ന് നമ്മുടെ കൃഷിഭവൻ, അടുത്തുള്ള കൃഷിഭവനുമായിട്ട് കോൺടാക്ട് ചെയ്ത് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ അവരിവിടെ അറേഞ്ച് ചെയ്ത് തരും. എല്ലാ കൃഷിക്കും ഉള്ള ക്ലാസ്സുകൾ അവരത് വരുന്നതനുസരിച്ച് നമ്മളെ ഇൻഫോം ചെയ്യും. നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് ആ ക്ലാസ്സുകൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പം നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചത് ഇഞ്ചിയിലാണ് കേട്ടോ. നമുക്കില്ലാത്തൊരു കാര്യമാണ്, ചുമന്ന ഇഞ്ചി എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ കറി ഇഞ്ചിയാണ്, പക്ഷെ ചുമന്ന ഇഞ്ചിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 സാമ്പിൾ നമ്മൾ പുതുതായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ബാക്കി അത്യാവശ്യമൊക്കെ നമുക്കിവിടെ ഉണ്ട്. വേറും പയറിൻ്റെ, വെണ്ടയും, തക്കാളി, അതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തൈകളൊക്കെ നടുമ്പോൾ അതിന് കീടബാധയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കുഴിക്കകത്തിടുന്ന ഒരു മിത്ര സൂക്ഷ്മാണുവാണ് വാം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ജൈവപരമായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നാൽ നമുക്ക് കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും.
അപ്പോൾ ആ സ്പെഷ്യൽ വെറൈറ്റി നമ്മുടെ ചുവന്ന ഇഞ്ചിയും അതുപോലെ 2 വെറൈറ്റി കുറ്റുമുരിങ്ങ, അധികം പൊങ്ങാത്ത കുറ്റിയായിട്ട് നിൽക്കുന്നത് കായ്ക്കുന്ന ഒരു മുരിങ്ങയുടെ വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച് നമ്മുടെ പർച്ചേസിങ്ങും നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ KVKയുടെ പ്രൊഡക്ട്സൊക്കെ മാക്സിമം ഉപയോഗിക്കണം. ജൈവപരമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇത് നല്ല ഒരു മുതൽക്കൂട്ടാണ് നമ്മുടെ KVK എന്ന് പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.